ഇപ്പോൾ ഒരു ബിഗിനറിനെ സംബന്ധിച്ച് ആഴ്ചയിൽ എത്ര മോക്ക് ടെസ്റ്റ് എഴുതണം എന്നുള്ളതിനേക്കാളും ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത് ഒരു ചാപ്റ്റർ പഠിച്ച് തീരുന്നതനുസരിച്ച് അതിന്റെ മോക്ക് ടെസ്റ്റ് എഴുതണം. ഒരു ചാപ്റ്റർ പഠിച്ച് തീർക്കുക, അതിന് മോക്ക് ടെസ്റ്റ് എഴുതാം, മാർക്ക് നോക്കുക. മാർക്ക് ഒരു അറൗണ്ട് ഒരു 80% ഇല്ലെങ്കിൽ ഒന്നുകൂടെ ആ ചാപ്റ്ററിൽ ഏതാണോ വീക്കായിട്ട് പോയെന്ന് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ബേസിസിൽ മനസ്സിലാക്കിയിട്ട് അത് ഒന്നുകൂടെ പഠിച്ചിട്ട് അടുത്തൊരു മോക്ക് ടെസ്റ്റ് എഴുതാം. then you go to the next chapter. അങ്ങനെ തുടക്കം മുതൽ ഓരോ ചാപ്റ്റർ കഴിയുമ്പോൾ മോക്ക് ടെസ്റ്റ് എഴുതാം. ഒരു വീക്കിൽ നിങ്ങൾക്ക് 3 ചാപ്റ്റർ പഠിച്ച് തീർക്കാമെങ്കിൽ 3 മോക്ക് ടെസ്റ്റ് ഒരു വീക്കിൽ എഴുതാം. ഒരു 3 മാസമൊക്കെ കഴിയുമ്പോൾ, ഒരു പകുതി സിലബസ് കഴിയുമ്പോൾ നിങ്ങൾ ആഴ്ചയിൽ സെക്ഷണൽ മോക്ക് ടെസ്റ്റ്, ഒരു 2-3 സെക്ഷണൽ മോക്ക് ടെസ്റ്റ്, ഒരു സെക്ഷൻ ആദ്യം ഒരു മാത്സിന്റെ ഒരു സെക്ഷണൽ ടെസ്റ്റ് എഴുതി, പിന്നീട് ഒരു റീസണിങ്ങിന്റെ ഒരു സെക്ഷണൽ ടെസ്റ്റ് എഴുതി, പിന്നീട് ഇംഗ്ലീഷിന്റെ ഒരു സെക്ഷണൽ ടെസ്റ്റ് എഴുതി, അങ്ങനെ ആഴ്ചയിൽ ഓരോ സെക്ഷണൽ മോക്ക് ടെസ്റ്റ് വീതം എഴുതാമെങ്കിൽ ബെറ്റർ ആണ്. നിങ്ങളൊരു 4 മുതൽ 5 മാസമൊക്കെ ആയി കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ ഏത് എക്സാം ആണോ എഴുതുന്നത് അതിന്റെ ഒരു ഫുൾ ലെങ്ത് മോക്ക് ടെസ്റ്റ് ആഴ്ചയിൽ ഒരു 2 എണ്ണം വീതമെങ്കിലും എഴുതുക. എക്സാമിനോട് അടുക്കുമ്പോൾ, എക്സാമിന് മുന്നേ ഉള്ള ഒരു മാസത്തിൽ ഡെയിലി ഒരു മോക്ക് ടെസ്റ്റ് വീതമെങ്കിലും എഴുതുക. ആ ഒരു രീതിയിൽ പോവുകയാണെങ്കിൽ നിങ്ങളുടെ സ്പീഡ് കൂടും, ഓവറോൾ സബ്ജക്ട് നോളജ് കൂടും, എക്സാം ക്ലിയർ ചെയ്യുന്ന ചാൻസസും